പാലക്കാട് നമ്മൾ KSRTC സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. KSRTC സ്റ്റാൻഡ് ഈ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചാ വിഷയമായതാണ്. വെരി ഗുഡ് മോർണിംഗ് സാർ. എങ്ങോട്ട് പോകുന്നു? യാത്ര കോഴിക്കോട്. പാലക്കാടാണോ സ്വദേശം? അല്ല, എവിടെയാ? ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ്. KSRTC സ്റ്റാൻഡിൽ ആദ്യമായിട്ടാണോ വരുന്നത് പാലക്കാട്? ഫസ്റ്റ് ടൈം വിസിറ്റ് ആണോ? ആണ് അല്ലേ? എങ്ങനെയാ പോകുന്നത് കോഴിക്കോട്ടേക്ക്? ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബുക്ക് ചെയ്തിട്ടില്ല. ജനറൽ. നമ്മൾ പാലക്കാട് KSRTC സ്റ്റാൻഡിൻ്റെ പ്രത്യേകത ഇതൊരു ഡെവലപ്മെൻറ്റ് ഹബ്ബായിട്ട് മാറണം എന്നാണ് ഷാഫി പറമ്പിൽ ആലോചിച്ചത്. എനിക്ക് നമ്മുടെ KSRTC പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. നമസ്കാരം. സർവീസ് കഴിഞ്ഞു വരുന്നോ അതോ സർവീസിൽ പോകുന്നു? എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ KSRTC സംവിധാനങ്ങളൊക്കെ? നല്ല രീതിയിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. അതായത് ടോയ്ലറ്റ് തുറക്കുന്നില്ല, ചില പ്രശ്നങ്ങളിൽ ജീവനക്കാർക്ക് പ്രശ്നം. അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയാൻ പറ്റും, അറിയാൻ കഴിയില്ല. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ടോയ്ലറ്റ് വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ്. കണ്ടീഷൻ അല്ല, ഇത് താഴത്തെ ടോയ്ലറ്റ് ആണ് വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തത് അല്ലേ? അങ്ങനത്തെ പ്രശ്നമുണ്ട്. KSRTC വലിയ സന്തോഷമുള്ളൊരു വാർത്ത ഇന്ന് കേട്ടു. ശമ്പളം കിട്ടിയെന്ന് വന്നിട്ടില്ല. ഒറ്റത്തവണയായി. ഇത് ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്ത. KSRTCയിൽ ഒറ്റത്തവണയായ ശമ്പളം നിങ്ങൾക്ക് തന്നു. ഇനി മുതൽ ഒറ്റത്തവണയായിട്ട് കിട്ടുന്ന എന്ന് തരുന്നു പറയണ്ടേ? കിട്ടിയില്ലേ? ഇതുവരെ കിട്ടിയില്ല. ഒക്ടോബർ മാസത്തെ ശമ്പളമാണ്. അതാണ് നവംബറിൽ കിട്ടാനുള്ളത് അല്ലേ? അതൊന്നും നേരത്തെ തരാനുള്ള സാരം സാർ ശരിയാക്കി. KSRTC സ്റ്റാൻഡിനും അപ്പുറം KSRTCയിലെ സ്റ്റാൻഡിലുള്ള ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പാലക്കാട് വന്നിട്ട്? വന്നിറങ്ങിയതേ ഉള്ളൂ. യാത്രയൊക്കെ സുഖമായിരുന്നു. സുരക്ഷിതമായ യാത്രയായിരിക്കും KSRTC കേട്ടോ. ഇവരുടെയൊക്കെ കയ്യിലാണ് വളയം. ഇവിടെയൊക്കെ ഇനിയിപ്പോ ഇലക്ഷന്റെ കലാശക്കൊട്ട് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എല്ലാ ഇലക്ഷനും വരാറുണ്ടോ? എല്ലാ ഇലക്ഷനും പോകാറുണ്ട്. കലാശക്കൊട്ട് ഉത്സവം പോലെ കാണും അല്ലേ? എന്താ പേര്? രാജീവ്. വീട്ടുകാരെ പ്രത്യേകിച്ച് ചീത്തൊന്നും പറയാറില്ലല്ലോ. ഈ മനുഷ്യൻ വീട്ടിന് പുറത്താണ്. ഇന്നലെ പറഞ്ഞത് അങ്ങനെ ഇന്ന് പോകണം. കലാശക്കെട്ടിന് പോകാൻ വന്നു അല്ലേ? ഇന്ന് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് പോകാതെ ഇന്ന് കഴിഞ്ഞ് പോകും. ഇന്ന് രാത്രി 8:30. കലാശക്കൊട്ട് കാണാൻ വേണ്ടി മാത്രം കൊല്ലത്തുനിന്ന് പാലക്കാട്ടേക്ക് വന്ന ആളാ. തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളുടെ കലാശക്കൊട്ട് കാണാൻ അല്ലേ? എറണാകുളത്തും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഗംഭീരമാക്കണം. ഓക്കെ, നമസ്കാരം. എങ്ങനെയുണ്ട് KSRTC ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു. ശമ്പളം കിട്ടിയില്ലായിരിക്കും? ഇല്ല, കിട്ടും. ദേശാഭിമാനി പത്രത്തിൽ കൊടുത്തു എന്നാണ് കണ്ടത്. പാലക്കാടാണോ? പാലക്കാട് KSRTC. ഈ പുതിയ ഡിപ്പോയ്ക്ക് എന്താ ആവശ്യമുള്ളത്? രണ്ടാ കാര്യങ്ങൾ ആവശ്യം. മൂത്രപ്പുര ഇതുവരെ ഇല്ലേ? ഇതേപോലെ വലിയ കെട്ടിടത്തിൽ ഇവിടെ ഉണ്ട്, പക്ഷെ തുറന്നു കൊടുത്തിട്ടില്ല. അത്രയായിട്ട് അതെന്താ തുറന്നു കൊടുക്കാതെ? അതറിയാം. ഇവിടുത്തെ തുറന്നതിന് ശേഷം അങ്ങനെ തന്നെയാണ്. സ്റ്റാൻഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം അപ്പം മുതൽ അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ മാനേജർ ഇവിടെ ഉണ്ടോ? ഡിപ്പോ മാനേജർ ആരാണ്? സ്റ്റേഷൻ മാനേജർ. ഇതെന്താ തുറന്നു കൊടുക്കാത്തതിന്റെ കാരണം വേണമല്ലോ. കാരണം ഇപ്പൊ ജീവനക്കാരെ ആരും ബോധിപ്പിക്കില്ലല്ലോ. ജീവനക്കാരെ ഒരു കാര്യം ബോധിപ്പിക്കില്ല. ജീവനക്കാരെ ചെറിയൊരു തെറ്റ് ചെയ്താൽ അത് വലുതായിട്ട് പരസ്യം ചെയ്യും. ഇത്രയും വലിയൊരു KSRTC നമ്മളൊരിക്കൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതേപോലെ ഒരു KSRTC സ്റ്റാൻഡിൽ മുകളിലുള്ള ഒരു ശുചിമുറി തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എവിടെ പോകും? നിങ്ങൾ പുറത്തു പോകും. തടസ്സമായിട്ട് പറയുന്നുണ്ട്. വെള്ളമില്ലേ? കണക്ഷൻ ഇല്ലേ? മോളിൽ കയറി നോക്കണം. നമുക്കൊന്ന് കയറി നോക്കിക്കളാം. വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ തുറന്നു കൊടുക്കാത്ത? അതാണ് ആർക്കും അറിയാത്തത്. എന്താ കാര്യം? ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വരാത്തോണ്ടായിരിക്കും മൂത്രപ്പുര? അതറിയില്ല. എന്താണ് സാറ്? മന്ത്രി വന്ന് ഒഴിക്കണമായിരിക്കും ഉദ്ഘാടനത്തിന്. മന്ത്രി വന്ന് ഒഴിക്കാൻ വെറുതെ പറയിപ്പിക്കണമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമസ്കാരം ചേച്ചി, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? വളരെ കഷ്ടമാണ് ഇതിൽ പോണത്. ആണല്ലേ? നല്ല ബുദ്ധിമുട്ടാണ് ലേഡീസിനെ സംബന്ധിച്ച്. വളരെ ബുദ്ധിമുട്ട്. ഈ ടോയ്ലറ്റ് എന്താ മോളിൽ തുറന്നു കൊടുക്കാത്ത? എന്താണെന്ന് അറിയില്ല. അത് കുറേ വർഷം അടച്ചിട്ടേക്ക്. കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണോ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തുറന്നിട്ടുണ്ട്. ലേഡീസിന്റെ മാത്രം ഇപ്പോഴാണ് തുറന്നത്. അത് മറ്റത് തുറന്നിട്ടുമില്ല പുരുഷന്മാരുടെ. ഈ ലേഡീസിന്റെ ഇപ്പോഴാണ് തുറക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോകുമായിരുന്നു? അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങിൽ. എന്ത് കഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയുണ്ട്? ശമ്പളം കിട്ടിയോ? ഇല്ലല്ലോ. ശമ്പളം കിട്ടിയിട്ടില്ല. അന്ന് കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് അറിയില്ല. പത്രത്തിലുണ്ട് ഒറ്റത്തവണയായിട്ട് കിട്ടും. ഡേറ്റ് 18ആയി. ഇത്രയും ദിവസം ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഫീസ് കൊടുക്കണം അല്ലേ? പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ബുദ്ധിമുട്ടാവും. ഏത് റൂട്ടിലാണ് ഇന്ന് പോകുന്നത്? ഞാൻ കോഴിക്കോടാ പോകും. കോഴിക്കോട് റൂട്ടിലേക്ക് മറ്റേ ടൗൺ ടിടിക്കകത്ത് രാവിലെ പോയി എപ്പോൾ വരും? എപ്പോഴാണ് കഴിയുക സർവീസ്? 8 മണിക്കൊക്കെ കഴിയുള്ളൂ. രാത്രി കുറച്ച് ബുദ്ധിമുട്ടാണത്. ലേഡീസിനെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടാണ്. തിരിച്ച് നിങ്ങൾ ഇവിടെ വന്നാൽ എങ്ങനെയാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്? ഞങ്ങള് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം, അല്ലെങ്കിൽ വരണം. അങ്ങനെ അല്ലേ? ഒരുപാട് ദൂരമാണോ വീട്ടിൽ? ആണല്ലേ? പാലക്കാട് ഇലക്ഷനൊക്കെ വരുമ്പോൾ എങ്ങനെ ഈ മൊത്തത്തിൽ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? ഈ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞു, അത് ഒഴിച്ചു നിർത്തിയാൽ സൗകര്യമൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ആവശ്യത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ? ഇപ്പൊ അതുമില്ല. ഇപ്പൊ അതും വളരെ ബുദ്ധിമുട്ടിലാണ് അവിടെ. നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയമില്ല. എനിക്ക് സമയവും ഇല്ല. ഓക്കെ, താങ്ക് യു.
8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുകളിൽ. എന്തുകൊണ്ടാണ് മുകളിലെ KSRTCയുടെ ജീവനക്കാർക്കുള്ള ശുചിമുറികൾ തുറന്നു കൊടുക്കാത്തത്? വലിയ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് എത്ര നാളുകളായി? ഇനിയും ആ ടോയ്ലറ്റ് തുറന്നു കൊടുക്കുന്നതിന് ആരുടെ അനുമതിയാണ് വേണ്ടത്?